ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഫോർത്ത് ഇയേഴ്സ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് അസൈൻമെൻറ്റ് ഓഫ് പേഷ്യൻസ് എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് അസൈൻമെൻറ്റ് ഓഫ് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ? അതായത് നമ്മൾ വാർഡിലൊക്കെ ജോലി ചെയ്യാൻ പോകുമ്പോൾ അവിടെ നമ്മൾ പേഷ്യൻ്റ് കെയർ കൊടുക്കുന്നത് ഏത് പേഷ്യൻ്റിനെ വേണമെന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് ആരെങ്കിലും പേഷ്യനെ അസൈൻ ചെയ്ത് തരണം അല്ലേ? അവിടുത്തെ ഹെഡ് സിസ്റ്ററോ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആണെങ്കിൽ ഇവിടുന്ന് സ്റ്റുഡൻസ് വാർഡിലെ പോസ്റ്റിങ്ങിന് പോകുമ്പം ഇവിടുന്ന് ക്ലിനിക്കൽ സൂപ്പർവിഷനിൽ നിന്ന് ടീച്ചേഴ്സോ ഒക്കെ നിങ്ങളോട് പറയും, ഇത്ര പേഷ്യൻറ്റിന് നിങ്ങൾ എടുക്കണം, ഇത്ര പേഷ്യന് കെയർ കൊടുക്കണം. അത് ചിലപ്പം പേഷ്യൻറ്റിൻ്റെ നമ്പർ അനുസരിച്ച് വാർഡിൽ 20 പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ 4 പേരാണ് അവിടെ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു പക്ഷേ പേഷ്യനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ചില ഡിസീസ് കണ്ടീഷനുള്ള പേഷ്യൻസിനെ മാത്രം ചിലർക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളവർ വേറെ ഡിസീസ് കണ്ടീഷനുള്ളവർ അങ്ങനെ ഡിവൈഡ് ചെയ്ത് തിരഞ്ഞെടുക്കാം. അതല്ലെങ്കിൽ വാർഡിൽ ചിലപ്പം ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്, ഇപ്പം ഒരു മെഡിസിൻ്റെ ഒരു ഡോക്ടറുണ്ട്, അതുകൂടാതെ ന്യൂറോ മെഡിസിൻ്റെ ചില പേഷ്യൻ്റ് ഉണ്ട്, ഗ്യാസ്ട്രോ എൻട്രോളജിയുടെ ചില പേഷ്യൻ്റ് ഉണ്ട്. അങ്ങനെ പലതരം ഡിസീസ് കണ്ടീഷൻ ഉള്ളതും പല ഡോക്ടേഴ്സിനായിരിക്കും. അപ്പം അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഡിസീസ് കണ്ടീഷൻ അനുസരിച്ച് വാർഡിൽ പല പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരെ ഡിവൈഡ് ചെയ്തും എടുക്കും. അപ്പം എങ്ങനെയാണോ നമ്മൾ കെയർ കൊടുക്കുന്നവർ പേഷ്യൻ്റ് പോപ്പുലേഷനെ ഡിവൈഡ് ചെയ്ത് എടുക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർക്ക് പേഷ്യൻസിനെ അലോട്ട് ചെയ്യുന്നത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ അസൈൻമെൻറ്റ് ഓഫ് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഈവൻ സ്റ്റുഡൻസിനെ ക്ലിനിക്കൽ ഫീൽഡിൽ വരുമ്പം തേർഡ് ഇയറിൻ്റെ സ്റ്റുഡൻസ് മെഡിക്കൽ സർജിക്കൽ അഡ്വാൻസ് മെഡിക്കൽ സർജിക്കലിന് വരുന്ന സ്റ്റുഡൻസ് അവിടെ കാണും. സാധാരണ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസും മെഡിക്കൽ സർജിക്കൽ വാർഡിൽ പോസ്റ്റിങ്ങിന് വന്നിട്ടുണ്ടായിട്ടുള്ളതായിരിക്കും. അപ്പോൾ അവിടെ വരുന്നുണ്ട് ഓരോ കുട്ടികളും അവരുടെ സിലബസിനനുസരിച്ചായിരിക്കുമല്ലോ ഓരോ വർഷത്തെയും സബ്ജക്റ്റും ടോപ്പിക്കും ഒക്കെ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട് അഡ്വാൻസ്ഡ് മെഡിക്കൽ സർജിക്കലിൻ്റെ പോസ്റ്റിങ്ങിന് വരുന്ന കുട്ടികളോട് കുറേ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് അവർ പഠിച്ചേക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള പേഷ്യനെ എടുക്കാൻ പറയും അല്ലേ? അതേസമയം ജൂനിയേഴ്സ് ആയിട്ടുള്ള സെക്കൻഡ് ഇയേഴ്സ് മെഡിക്കൽ സർജിക്കൽ പേഷ്യൻ്റ് എടുക്കുമ്പോൾ അവർക്ക് കുറേ കൂടെ അഡ്വാൻസ്ഡ് ടെക്നോളജി, അഡ്വാൻസ്ഡ് കണ്ടീഷൻസ് അതൊന്നും അവരെ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ അവരോട് അങ്ങനെയുള്ള പേഷ്യനെ എടുക്കാൻ പറയത്തില്ല അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്നുണ്ട് ചിലപ്പം വാർഡിൽ 20 പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ടോട്ടലി ഇതൊന്നും നോക്കാതെ പേഷ്യനെ വെറുതെ ഡിവൈഡ് ചെയ്തങ്ങ് എടുക്കും. അതല്ലെങ്കിൽ ചിലപ്പം ഞാൻ ചോദിക്കട്ടെ, ഫസ്റ്റ് ഇയേഴ്സ് വാർഡിൽ വരുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ഡിസീസ് കണ്ടീഷൻ ഒന്നും അറിയത്തില്ല, അവർ ഫണ്ടമെൻറ്റൽസ് ഓഫ് നേഴ്സിംഗ് മാത്രമേ പഠിച്ചു. അതിൻ്റെ പ്രാക്ടീസിനാണ് വരുന്നതെങ്കിൽ അവർക്ക് വൈറ്റൽസിന് എടുക്കാൻ അറിയായിരിക്കും, BP നോക്കാൻ അറിയായിരിക്കും, ഹോട്ട് ആൻഡ് കോൾഡ് ആപ്ലിക്കേഷൻ അറിയായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയത്തുള്ളെങ്കിൽ അവരെ ആ തരത്തിലുള്ള ഒരു ജോലിക്ക് അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷന് മാത്രമായിട്ട് അവരെ തിരിച്ചു വിടുമായിരിക്കും. മനസ്സിലായോ? അതല്ലെങ്കിൽ ചിലപ്പം ഒരു ഗ്രൂപ്പ്, ഒരു ടീം തരത്തിൽ ആൾക്കാർ പോയി ജോലി ചെയ്യും. അതായത് ഇപ്പോൾ തന്നെ നമ്മൾ അമൃതയിലൊക്കെ ആദ്യം ചെല്ലുന്നുണ്ടെങ്കിൽ അമൃത എയിംസ് ഇൻ കൊച്ചി, അവിടെ ചെല്ലുമ്പോഴൊക്കെയാണെങ്കിൽ അവിടെ ടീം നഴ്സിംഗ് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു സീനിയർ പേഴ്സണിൻ്റെ അണ്ടറിൽ ജൂനിയേഴ്സും കൂടെ ചേർന്ന് ഒരു ടീം ഉണ്ടാക്കിയിട്ട് ആ ടീം പേഴ്സണാണ് പോയി കുറേ പേഷ്യൻസിനെ എടുത്ത് കെയർ കൊടുക്കുന്നത്. അങ്ങനെ പലതരത്തിലുള്ള അലോട്ട്മെൻ്റ് ഉണ്ട്. അത് ഏത് തരത്തിലുള്ള ഉണ്ട്, എത്രയൊക്കെ തരത്തിലുള്ള ഉണ്ട്, അതിനകത്ത് അഡ്വാൻറ്റേജ് ഉണ്ടോ, ഡിസഡ്വാൻറ്റേജ് ഉണ്ടോ, അതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്, ഇതൊക്കെയാണ് ഈ പറയുന്ന അസൈൻമെൻറ്റ് ഓഫ് പേഷ്യൻ്റ് പഠിക്കുന്നത്. ഓക്കെ, അത് നമുക്ക് വിപുലമായിട്ട് പഠിക്കാം. അതെന്തിനാണ് പഠിക്കുന്നത് വെച്ചാൽ ആകെ ഇതിനെ 3ആയിട്ടാണ് തിരിച്ചേക്കുന്നത്. ഫങ്ഷണൽ മെത്തേഡ് എന്ന് പറയും ആദ്യത്തേത്, രണ്ടാമത്തേത് പേഷ്യൻ്റ് മെത്തേഡ്, അതല്ലെങ്കിൽ കേസ് മെത്തേഡ് എന്നും അതിനെ പറയാറുണ്ട്, മൂന്നാമത്തേത് ടീം മെത്തേഡ്. ഇങ്ങനെ 3 തരത്തിലാണ് മെത്തേഡ്സ് ഓഫ് പേഷ്യൻ്റ് അസൈൻമെൻറ്റ് വരുന്നത്. ഓക്കെ, എന്തൊക്കെയാണ്? ഫങ്ഷണൽ മെത്തേഡ്, പേഷ്യൻ്റ് മെത്തേഡ് അല്ലെങ്കിൽ കേസ് മെത്തേഡ് അല്ലെങ്കിൽ ടീം മെത്തേഡ്. ഓക്കെ, ഇങ്ങനെ 3 തരം പേഷ്യൻ്റ് അസൈൻമെൻറ്റ് സിസ്റ്റമാണ് നിലവിലുള്ളത്. ഓക്കെ, പിന്നെ വേറെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിനകത്ത് അവർ പ്രൈമറി നഴ്സിംഗ്, മോഡുലാർ നഴ്സിംഗ് അങ്ങനെയൊക്കെ പറഞ്ഞ് ചില പുതിയതായിട്ട് പേരിട്ടുള്ള കുറേ ഡിഫറെൻറ്റ് ടൈപ്പ് അസൈൻമെൻറ്റ്സും ഉണ്ട്. അതും കൂടെ നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഇപ്പം ഞാനിത് 3ആയിട്ട് ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് 3 പറഞ്ഞുള്ളൂ. പക്ഷേ ഡിസ്കസ് ചെയ്യുമ്പോൾ മറ്റേ 2 കൂടെ ആഡ് ചെയ്തേ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, അപ്പം മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ പിന്നെ ഒരു പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ മെത്തേഡ്സ് ഓഫ് പേഷ്യൻ്റ് അസൈൻമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൂടെ മറ്റേതും കൂടെ ചേർത്ത് എഴുതാം. കാരണം ഇപ്പോൾ അതെല്ലാം എല്ലായിടത്തും ഇംപ്ലിമെൻറ്റഡ് ആണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, അമൃതയിലെ ടീം നഴ്സിംഗ് ഉണ്ട്, അതുപോലെ തന്നെ മോഡുലാർ നഴ്സിംഗും പലയിടത്തും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ മെത്തേഡ്സ് ഓഫ് പേഷ്യൻ്റ് അസൈൻമെൻറ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫങ്ഷണൽ മെത്തേഡ്, പേഷ്യൻ്റ് മെത്തേഡ് അല്ലെങ്കിൽ കേസ് മെത്തേഡ്, ടീം മെത്തേഡ്, പിന്നെ പ്രൈമറി നഴ്സിംഗ് മെത്തേഡ്, പിന്നെന്താ മോഡുലാർ നഴ്സിംഗ്, ഇങ്ങനെയൊക്കെ പറയാം. ഇനിയിപ്പോൾ ആദ്യമേ എന്താ ഫങ്ഷണൽ മെത്തേഡ് എന്ന് ചോദിച്ചാൽ, nurses are assigned to specific functions for all the patients in a ward. Example, checking the vital sign of all patient to one nurse, administration of oral medication to all patient to another nurse, then the task of giving nasogastric tube feeding ഓഫ് ഓൾ പേഷ്യൻ്റ് ടു അനദർ നഴ്സ്. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അതായത് ടാസ്ക് വൈസ് ആണ് അവരുടെ ജോലി അവിടെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്, അല്ലാതെ പേഷ്യൻ്റ് വൈസ് അല്ല. നമ്മൾ പേഷ്യൻ്റ് ടോട്ടൽ കെയർ കൊടുക്കുന്നില്ല, പകരം ഒരു നഴ്സ് എന്ന് എല്ലാ പേഷ്യൻ്റെയും വൈറ്റൽ സൈൻ അല്ലെങ്കിൽ ടെമ്പറേച്ചർ എടുക്കുക അല്ലെങ്കിൽ വൈറ്റൽ സൈൻ എടുക്കുക, വേറൊരു നഴ്സ് എന്ന് എല്ലാവർക്കും മെഡിസിൻ കൊടുക്കുക,
വേറൊരു നേഴ്സ് വന്ന് എല്ലാവർക്കും ഇഞ്ചക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, വേറെ ഒരു നേഴ്സ് ഉണ്ടെങ്കിൽ അവർ ചെന്ന് NGT ഫീഡിങ് കൊടുക്കുക. അങ്ങനെ സ്പെസിഫിക് ഫങ്ഷൻ വൈസ് നേഴ്സസിനെ അസൈൻ ചെയ്യുന്നതിനാണ് ഫങ്ഷണൽ മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഈച്ച് പർട്ടിക്കുലർ നേഴ്സ് ഈസ് ഡൂയിങ് എ പർട്ടിക്കുലർ ഫങ്ഷൻ റിലേറ്റഡ് ടു ഓൾ ദ പേഷ്യൻറ്റ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ വാർഡ്. ബെസ്റ്റ് എക്സാമ്പിളാണ് ഒരാൾ പോയി എല്ലാവരുടെയും വൈറ്റൽസിന് നോക്കുക. അതേ പേഷ്യൻ്റ് തന്നെ NGT ഫീഡ് ഉണ്ടെങ്കിൽ ആ NGT ഫീഡ് കൊടുക്കുന്ന വേറൊരു സിസ്റ്റർ ആയിരിക്കും, ആ സിസ്റ്റർ എല്ലാ NGT ഫീഡും അവരായിരിക്കും കൊടുക്കുന്നത്. മനസ്സിലായി? അതാണ് ഫങ്ഷണൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് ചെക്കിംഗ് വൈറ്റൽ സൈൻസ് ഓഫ് ഓൾ പേഷ്യൻസ് ടു വൺ നേഴ്സ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഓറൽ മെഡിസിൻ ടു ഓഫ് ഓൾ പേഷ്യൻസ് ടു അനദർ നേഴ്സ്, ആൻഡ് ദ ടാസ്ക് ഓഫ് ഗിവിംഗ് NGT ഫീഡ് ടു ഓൾ പേഷ്യൻസ് ഇൻ ദ വാർഡ് ടു അനദർ നേഴ്സ്. അതാണ് ഫങ്ഷണൽ മെത്തേഡ്. ഓക്കെ, പിന്നെ അടുത്തത് ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് നേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ജോലി ചെയ്യുന്നതിൽ നല്ലപോലെ എഫിഷ്യൻ്റ് ആകാൻ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കഴിയും. കാരണം ഒരു പേഷ്യൻ്റല്ല, ഒരുപാട് പേഷ്യൻറ്റിന് ഒരു ദിവസം വൈറ്റൽ സൈൻ എടുക്കുന്ന ഒരു നേഴ്സിന് അതിനകത്ത് കൂടുതൽ അങ്ങ് സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് കൊടുക്കുന്നത് അല്ലേ. പിന്നെ അടുത്തത് ഡ്യൂ ടു ഡിവിഷൻ ഓഫ് വർക്ക് ദ മെത്തേഡ് ഈസ് ഇഫക്റ്റീവ്. അതായത് അവിടെ വർക്കിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട്, അല്ലാതെ ഒരു നേഴ്സ് ഒരു പേഷ്യൻ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പം ചിലപ്പോൾ അവർക്ക് എല്ലാത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതുകൊണ്ട് ഒരു പർട്ടിക്കുലർ ഫംഗ്ഷനിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റത്തില്ല. ഇവിടെ അങ്ങനെയല്ല, ഇവർ ഈ ജോലി മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ആ ഒരു പ്രത്യേക ഫംഗ്ഷനിൽ അവർ കൂടുതൽ എക്സ്പെർട്ട് ആകും. ആൻഡ് ഡ്യൂ ടു ഡിവിഷൻ ഓഫ് വർക്ക് ദ മെത്തേഡ് ഈസ് മോർ ഇഫക്റ്റീവ്. അവർ ആ ഒരു ജോലി മാത്രമല്ല ചെയ്യുന്നത്, അപ്പോൾ അതിനകത്ത് അവർ എക്സ്പെർട്ട് ആകും. പിന്നെ നേഴ്സ് ബിക്കംസ് എഫിഷ്യൻറ്റ് ബൈ റിപ്പീറ്റിംഗ് ദ പ്രൊസീജിയർ. അതായത് ഒരേ പ്രൊസീജിയർ തന്നെ പിന്നെയും ചെയ്യുന്നതുകൊണ്ട് അവർ കുറേ കൂടെ എഫിഷ്യൻ്റ് ആകും. അങ്ങനെ നമുക്കൊരു ഒരു പറച്ചിലൊന്നുമില്ല, നിത്യത്തൊഴിൽ അഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യം പിന്നെ ചെയ്യുമ്പോൾ ആ ഒരു കാര്യത്തിൽ അവരങ്ങ് വളരെ എക്സ്പെർട്ട് ആകും. പിന്നെ ഹെൽപ്പ് ഇൻ എൻഹാൻസിങ് സ്കില്ല്, അതുതന്നെയാണ് സ്കില്ലെന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം എ പേഴ്സൺ ഈസ് സപ്ലൈയിങ് ദ നോളജ് ഇൻ ടു പ്രാക്ടീസ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് സ്കിൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ അറിയാവുന്ന കാര്യം കൊണ്ട് പ്രാക്ടീസ് ചെയ്യുവാണ്, അത് വീണ്ടും പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവരതിനകത്ത് എക്സ്പെർട്ട് ആകും. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഹെൽപ്സ് ഇൻ എൻഹാൻസിങ് സ്കിൽ എന്ന് പറഞ്ഞാൽ. അത്രയാണ് അഡ്വാൻറ്റേജസ്. ഇനി ഡിസഡ്വാൻറ്റേജ് ഉണ്ട് ഇതിന്. എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നോ സാറ്റിസ്ഫാക്ഷൻ ടു നേഴ്സസ് ആസ് വെൽ ആസ് പേഷ്യൻസ്. എന്തുകൊണ്ടാണ്? അതായത് അവർ കൂടുതലൊന്നും പഠിക്കാനൊരു ചാൻസ് കിട്ടുന്നില്ല, ഈ ഒരു കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ പേഷ്യൻറ്റിനെ പറ്റിയോ പേഷ്യൻ്റ് ഡിസീസ് കണ്ടീഷനെ പറ്റിയോ ഒക്കെ കോംപ്രിഹെൻസീവ് എല്ലാ കെയറും കൊടുക്കുന്ന ഒരാളിന് ആ ഒരു പേഷ്യൻ്റ് ഇന്ന തരത്തിലുള്ളൊരു പേഷ്യൻ്റ് ഇവിടെ കാരണം അവർക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ നേഴ്സിംഗ് ആക്ടിവിറ്റി ചെയ്യണം. അപ്പോൾ എപ്പോഴും ആ പർട്ടിക്കുലർ നേഴ്സ് തന്നെ പേഷ്യൻ്റ് അടുത്ത് എപ്പോഴും പോകും. അപ്പോൾ അവർ തമ്മിലൊരു നല്ല ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യും. അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടേ കുറേ കൂടെ ഒരു ഹ്യൂമൻ റിലേഷൻഷിപ്പും ഒക്കെ കൂടുതലാകും. മറ്റേന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ടെമ്പറേച്ചർ എടുത്തിട്ട് അവരങ്ങ് പോകും, പിന്നെ അവർ അന്ന് ആ പേഷ്യൻ്റ് എടുത്ത് ചെല്ലണമെന്നില്ല, പിന്നെ എപ്പോഴെങ്കിലും ടെമ്പറേച്ചർ എടുക്കുമ്പോഴല്ലേ ചെല്ലത്തുള്ളൂ. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് ഈ പേഷ്യൻറ്റിന് ഇതിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നോ സാറ്റിസ്ഫാക്ഷൻ ടു നേഴ്സ് ആസ് വെൽ ആസ് ദ പേഷ്യൻറ്റിനും സാറ്റിസ്ഫാക്ഷൻ ഇല്ല. എന്തുകൊണ്ടാണ്? അതായത് അവർക്ക് പിന്നെ ഈ സിസ്റ്ററിനോടുള്ള എപ്പോഴും കൂടുതൽ സമയം കാണുന്നില്ല, കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അവർക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത് സിസ്റ്ററിനോടൊന്ന് സംസാരിക്കണമെന്നോ അല്ലെങ്കിൽ അവരോട് ക്വസ്റ്റ്യൻ ചെയ്യണോ അല്ലെ അവരോടൊന്ന് സംശയ നിവാരണം നടത്തണമെന്നോ ഒക്കെ തോന്നിക്കഴിഞ്ഞാൽ അവർ പിന്നെ ചിലപ്പോൾ അതേ നേഴ്സ് തന്നെ പിന്നെ പേഷ്യൻ്റെ അടുത്ത് പിറ്റേ ദിവസമായിരിക്കും ചെല്ലുന്നത്, ടെമ്പറേച്ചർ എടുക്കാൻ, അല്ലെ വൈകിട്ടായിരിക്കും ചെല്ലുന്നത് അല്ലേ. ചിലപ്പോൾ ഷിഫ്റ്റ് മാറുകയാണെങ്കിൽ ഈവൻ വൈകിട്ട് അവർ കാണത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഒത്തിരി നേഴ്സസ് ഒരു പേഷ്യൻ്റെ അടുത്ത് ചെല്ലുന്നു എന്നുള്ളത് കൊണ്ട് പേഷ്യൻറ്റിന് ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകാം അല്ലേ, നേഴ്സസിനുണ്ടാകുന്ന പോലെ. പിന്നെ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് എമംഗ് ദ നേഴ്സസ് ഡ്യൂ ടു റിപ്പീറ്റഡ് ആക്ടിവിറ്റി. അതായത് ഒരു കാര്യം തന്നെയും പിന്നെ അത് തന്നെ ചെയ്യുന്നതുകൊണ്ട് അതിനകത്ത് ഇൻട്രസ്റ്റ് തോന്നത്തില്ല. കാരണം നമ്മൾ അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനും കൂടുതൽ അറിയാനുമാണ് ആൾക്കാരുടെ ആഗ്രഹമെങ്കിൽ അപ്പോൾ അവർക്ക് കൂടുതൽ അതിനെപ്പറ്റി മനസ്സിലാക്കണം, പഠിക്കണം എന്നൊക്കെയുള്ളൊരു ചിന്ത കാണും. ഇതിപ്പം അങ്ങനെയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് എമംഗ് നേഴ്സസ് ഡ്യൂ ടു റിപ്പീറ്റഡ് ആക്ടിവിറ്റി. പിന്നെ സോ മെനി നേഴ്സസ് ആർ അറ്റൻഡിങ് ദ വൺ പേഷ്യൻറ്റ് കൺഫ്യൂഷൻ ക്യാൻ ഒക്കർ. അതായത് ഒരുപാട് നേഴ്സസ് ചെല്ലും, ഒരു പേഷ്യൻ്റെ അടുത്ത് തന്നെ NGT കൊടുക്കാൻ ഒരാൾ ചെല്ലും, ടെമ്പറേച്ചർ എടുക്കാൻ ഒരാൾ ചെല്ലും, പിന്നെ ഇഞ്ചക്ഷൻ കൊടുക്കാൻ ഒരാൾ ചെല്ലും, അല്ലെങ്കിൽ അങ്ങനെ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ഓരോ നേഴ്സസ് ചെല്ലുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതും സിസ്റ്റേഴ്സ് പെർഫോമൻസിലും അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡിലും ഒക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കാം. അവർക്ക് തന്നെ അറിയത്തില്ല ഏതൊക്കെ നേഴ്സാണ് വന്നേ. അവർക്ക് പല നേഴ്സസിനെ ഒരു ദിവസം കാണുന്നുണ്ടല്ലോ, പലരും പേഷ്യൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇറ്റ് ക്യാൻ കോസ് കൺഫ്യൂഷൻ. പിന്നെ ലെസ് അക്കൗണ്ടബിലിറ്റി. അതായത് നമുക്കൊരു പറച്ചിൽ തന്നെയുണ്ട്, ഒത്തിരി പേര് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒന്നിനും ബെനിഫിറ്റ് കാണും. ടു മെനി
എന്താ കുക്സ് വിൽ സ്പോയിൽ ദ ബ്രോത്ത് എന്ന് പറഞ്ഞൊരു ഇത് നമ്മൾ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ. ഇത് എക്സാക്ട്ലി ആ മീനിങ് അല്ല എങ്കിൽ പോലും ലെസ് അക്കൗണ്ടബിലിറ്റി, ആരും ഉത്തരവാദിത്വം ഏറ്റെടുക്കത്തില്ല. കാരണം ഒരുപാട് ആൾക്കാർ ചെയ്യുന്നതുകൊണ്ട് അത് ഞാനാണ് ചെയ്തത്, നീയാണ് അതിൻ്റെ കുഴപ്പക്കാരൻ, നീയാണ് അതിൻ്റെ റീസൺ, ഇങ്ങനെ മാറി മാറി ബ്ലെയിം ചെയ്യാനൊരു ചാൻസ് കിട്ടും. അതേസമയം ഒരു നഴ്സ് മാത്രം ഒരു പേഷ്യൻറ്റ് കോംപ്രിഹെൻസീവ് കെയർ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ വരത്തില്ലല്ലോ. കേസ് മെത്തേഡ് എന്ന് പറയുമ്പോഴും പേഷ്യൻ്റ് മെത്തേഡ് എന്ന് പറയുന്നതൊക്കെ അതിനകത്ത് ഇങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല. ഓക്കെ, അവർ കുറേ കൂടെ ഉത്തരവാദിത്വത്തോടെ പേഷ്യൻസിനെ നോക്കും. ഇവിടെ ഉത്തരവാദിത്വം ഇല്ലായ്മയ്ക്കുള്ള ചാൻസ് കൂടും. ഓക്കെ, പിന്നെ ഇനി ഞാൻ പറയാൻ സെക്കൻഡ് മെത്തേഡാണ് പേഷ്യൻ്റ് മെത്തേഡ്, അല്ലെങ്കിൽ പുസ്തകത്തിലൊക്കെ ചിലത് കേസ് മെത്തേഡെന്ന് എഴുതിയിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ എ നേഴ്സ് ഈസ് അസൈൻ ടു ദ കെയർ ഓഫ് എ നമ്പർ ഓഫ് പേഷ്യൻസ് ഡിപ്പെൻഡിങ് ഓൺ ദ നേഴ്സ് പേഷ്യൻ്റ് റേഷ്യോ. അതായത് ഇപ്പോൾ തന്നെ ഉണ്ടായിരിക്കും, വാർഡിൽ ഉണ്ടായിരിക്കാം ഒരു 10:1 എന്നുള്ള റേഷ്യോയിൽ 4 നേഴ്സസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലൊക്കെ പറയുന്നുണ്ട് ഇത്ര റേഷ്യോയിൽ നേഴ്സ് പേഷ്യൻ്റ് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് ഇഫക്റ്റീവ് കെയർ കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നത് ഒരു ഹോസ്പിറ്റലാകുമ്പോൾ ഒരു നേഴ്സിന് ഇത്ര പേഴ്സണെ അങ്ങ് ഡിവൈഡ് ചെയ്ത് കൊടുക്കും, ഇത്ര പേഷ്യൻസിന്. അത്രയും പേഷ്യൻറ്റ് ഡിഫറെൻറ്റ് ടൈപ്പ് ഡിസീസ് കണ്ടീഷൻ ഉള്ളവരായിരിക്കും. അവർക്ക് പല നേഴ്സിംഗ് പ്രോബ്ലം ഉള്ളവരും പല നേഴ്സിംഗ് ആക്ടിവിറ്റീസ് നേഴ്സസ് ചെയ്യേണ്ടവരും ആയിരിക്കും. അപ്പോൾ അത് ആ കൂട്ടത്തിൽ എല്ലാവർക്കും ടെമ്പറേച്ചർ എടുക്കണമായിരിക്കും. അതിൽ 1-2 പേഷ്യൻ്റ് NGT ഫീഡ് ഉള്ളവരായിരിക്കും. പിന്നെ കുറച്ച് പേഷ്യൻ്റ് ഓറൽ മെഡിസിൻ ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് മെഡിസിൻ ഇഞ്ചക്ഷനും കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെ പല നേഴ്സിംഗ് പ്രൊസീജിയർ നേഴ്സിംഗ് ആക്ടിവിറ്റീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട പലതരം പേഷ്യൻ്റ് അവർക്ക് കിട്ടുന്നത്. മനസ്സിലായി? അപ്പോൾ അവർക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ പഠിക്കാനും മനസ്സിലാക്കാനും പേഷ്യനോട് വേണ്ട വിധത്തിൽ ഇൻട്രാക്ട് ചെയ്യാനും ചെയ്യുന്നതിനൊക്കെ ഉത്തരവാദിത്വം എടുക്കാനും ഒക്കെ കൂടുതൽ ചാൻസ് കിട്ടുന്നത് ഈ പേഷ്യൻ്റ് മെത്തേഡിലാണ്. പറഞ്ഞല്ലോ, അതായത് ഇപ്പോൾ ഒരു വാർഡിൽ 20 പേഷ്യൻസ് ഉണ്ട്, 4 നേഴ്സസ് മോർണിംഗ് ഡ്യൂട്ടിയിലുണ്ടെങ്കിൽ ആ 20 പേഷ്യൻസിനെ ഹെഡ് സിസ്റ്റർ ചിലപ്പം വന്നിട്ട് ആ 20 പേഷ്യൻസിനെയും 5 പേരെ വീതം ഒരാൾക്ക് വെച്ച് അങ്ങ് ഡിവൈഡ് ചെയ്താൽ 4 നേഴ്സസ് ഉണ്ട്, ഒരാൾക്ക് 5 പേഷ്യൻറ്റിനെ വെച്ച് കിട്ടും അല്ലേ. ആ 5 പേഷ്യൻറ്റും ഡിഫറെൻറ്റ് ഡിസീസ് കണ്ടീഷനുള്ള പേഷ്യൻ്റ് ആയിരിക്കും. അവർക്ക് വൈറ്റൽ സൈൻ നോക്കണം, പിന്നെ NGT ഫീഡ് കൊടുക്കാനുണ്ടായിരിക്കും, സ്പഞ്ച് ബാത്ത് കൊടുക്കാനുണ്ടായിരിക്കും. അതുപോലെ ഡിഫറെൻറ്റ് നേഴ്സിംഗ് ഇൻ്റർവെൻഷൻ പല നേഴ്സിംഗ് ഡയഗ്നോസിസിൻ്റെ പേരിലും നടത്തേണ്ട പേഷ്യൻസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്നതന്നെ ആ തരം നേഴ്സിംഗ് അലോട്ട്മെൻറ്റിനെയാണ് പേഷ്യൻ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ദ അസൈൻഡ് നേഴ്സ് ഹാസ് ടു ഗിവ് കംപ്ലീറ്റ് കോംപ്രിഹെൻസീവ് കെയർ ടു ദ പേഷ്യൻറ്റ്. ആർക്കാണോ അത്തരം അസൈൻമെൻറ്റ് കിട്ടുന്നത് ആ പർട്ടിക്കുലർ നേഴ്സ് അവർക്ക് കിട്ടുന്ന ഓരോ പേഷ്യൻറ്റിൻ്റെയും ടോട്ടൽ കെയർ അല്ലെങ്കിൽ കോംപ്രിഹെൻസീവ് കെയർ കൊടുക്കണം. ഓക്കെ, പിന്നെ അടുത്തത് ഇതിന് ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. കൂടുതൽ അഡ്വാൻറ്റേജസ് ഈ ഒരു തരത്തിലാണ്. അതായത് ഇറ്റ് പ്രൊവൈഡ്സ് മോർ ഇൻഡിവിജ്വൽ കെയർ ടു ദ പേഷ്യൻറ്റ്. അതായത് ആ പർട്ടിക്കുലർ നേഴ്സ് ഓരോ പേഷ്യൻറ്റും ഇൻഡിവിജ്വലൈസ്ഡ് കെയറാണ് കിട്ടുന്നത്. ആ പേഷ്യൻറ്റിൻ്റെ കെയർ കൊടുക്കാൻ വേണ്ടി വേറൊരു നേഴ്സ് വരത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ വേറൊരു അഡ്വാൻറ്റേജ്, നേഴ്സസ് ക്യാൻ അറ്റൻഡ് ടു ടോട്ടൽ നീഡ്സ് ഓഫ് ദ പേഷ്യൻറ്റിൻ്റെ ടോട്ടൽ നീഡ്സിന് അറ്റൻഡ് ചെയ്യേണ്ടതും ഈ പർട്ടിക്കുലർ അസൈൻഡ് നേഴ്സാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ പഠിക്കാനും കൂടുതൽ മനസ്സിലാക്കാനും ഒരുപാട് നോളജ് അവിടെ അപ്ലൈ ചെയ്യാനും ഒക്കെ പറ്റും അല്ലേ. പിന്നെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ടു നേഴ്സ് ആസ് വെൽ ആസ് ടു ദ പേഷ്യൻറ്റ്. അതായത് അവിടെ ഈ ഒരു തരത്തിൽ നേഴ്സിനും അതുപോലെ തന്നെ പേഷ്യൻറ്റിനും ജോബ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. പിന്നെ പേഷ്യൻറ്റ് ഫീൽസ് മോർ യൂസ്ഫുൾ ഇൻ അച്ചീവിങ് ദ നേഴ്സിംഗ് ഗോൾസ്. അതായത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുള്ള ഒരു നേഴ്സിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും പറ്റും. അവർക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി എല്ലാം കിട്ടും. തന്നെയല്ല ആ ഒരു പർട്ടിക്കുലർ അവരുടെ പേഷ്യനെ കാണാൻ പല തരത്തിലുള്ള സ്പെഷ്യലിസ്റ്റുകളും ടീം മെമ്പേഴ്സും ഒക്കെ വരുമ്പോൾ അവരുടെ എല്ലാം കൂടെ റൗണ്ട്സിന് പോകണം, അവർ പറഞ്ഞിരുന്ന എല്ലാ ആക്ടിവിറ്റിയും ഫോളോ ചെയ്യണം, അവരുടെ എല്ലാ ഓർഡർ ക്യാരി ഔട്ട് ചെയ്യണം. അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും മനസ്സിലാക്കാനും സ്വന്തമായിട്ട് കയ്യിലുള്ള നോളജൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഒക്കെ ചാൻസ് ഒരുപാട് കിട്ടും ഈ പറയുന്ന കേസ് മെത്തേഡ് അല്ലെങ്കിൽ പേഷ്യൻ്റ് മെത്തേഡിന്. പിന്നെ വർക്ക് ലോഡ് ക്യാൻ ബി ഷെയർഡ് എന്ന് പറഞ്ഞാലും അതായത് ഒരുപാടുള്ള ഒരു വർക്കാണെങ്കിൽ പോലും അതിപ്പോൾ ഷെയർ ചെയ്യാൻ മറ്റാരെങ്കിലുമൊക്കെ കിട്ടും. അതാണ് വർക്ക് ക്യാൻ ബി ഷെയർഡ് എന്ന് പറഞ്ഞാൽ. പിന്നെ കോസ്റ്റ് ഇഫക്റ്റീവ് മെത്തേഡ്, അതായത് കോസ്റ്റ് ഇഫക്റ്റീവ് മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അതിനുള്ള കൃത്യമായിട്ടുള്ള പരിണത ഫലം കിട്ടും. കാരണം എന്താ വെച്ചാൽ അവർ ഉത്തരവാദിത്തത്തോടു കൂടി ഓരോ ഏറ്റെടുത്ത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇന്നത് ചെയ്തെങ്കിൽ ഞാൻ തന്നെ ഇതിന് ഉത്തരം പറയേണ്ടി വരും എന്നൊരു ചിന്തയുള്ളതുകൊണ്ട് അവർ വേണ്ട രീതിയിൽ തന്നെ ചെയ്യും. അല്ലാതെ ഉഴപ്പുകയോ ഈ നമ്മുടെ നാട്ടുകാർ പിന്നെ ഉടായ്പ് കാണിക്കുകയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവിടെ. അതുകൊണ്ട് ഉത്തരവാദിത്വം ഉണ്ട്. ഏറ്റെടുത്ത പേഷ്യൻറ്റിൻ്റെ ലൈഫിന് അവരാണ് ഉത്തരവാദി, നേഴ്സിംഗ് കെയറിന്. അപ്പോൾ അവർ കൂടുതൽ ഇഫക്റ്റീവ് വേയിൽ കെയർ കൊടുക്കും. മനസ്സിലായോ? ഇത്രയാണ് എൻ്റെ അഡ്വാൻറ്റേജസ്. ഇനി എൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കിയാൽ
മോർ നഴ്സിംഗ് പേഴ്സണൽസ് ആർ നീഡഡ് ടു ഫുൾഫിൽ ദ ടാർഗറ്റ്. അപ്പോൾ ഒത്തിരി നേഴ്സസിൻ്റെ എണ്ണം അവിടെ കൂടുതൽ വേണ്ടി വരും ഇത്തരം കെയർ കൊടുക്കാൻ. മനസ്സിലായോ? പിന്നെ അതുപോലെ തന്നെ എപ്പോഴും ജൂനിയേഴ്സ് ഒന്നും സ്റ്റുഡൻസോ ഫസ്റ്റ് ഇയേഴ്സോ അങ്ങനെയുള്ളവർക്കൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ടോട്ടൽ കെയർ അറിയാവുന്നവർക്ക് മാത്രമേ അങ്ങനെയുള്ള പേഷ്യൻറ്റിനെ ടേക്ക് ഓവർ ചെയ്യാൻ പറ്റൂ. ദെൻ not possible to get the desired outcome if the team leader is ഡിസഡ്വാൻറ്റേജ് നോട്ട് ഹെൽപ്ഫുൾ ഇൻ ഇംപ്രൂവിങ് സ്കില്ല് എന്ന് പറഞ്ഞാൽ ഒരുപാട് ജോലികളും പല ജോലികൾ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ സ്കില്ല് നല്ലപോലെ ഡെവലപ്പ് ചെയ്യാൻ ചിലപ്പം പറ്റാതെ പോകും. അതാണ് പറയുന്നത് നോട്ട് ഹെൽപ്ഫുൾ ഇൻ ഇംപ്രൂവിങ് സ്കില്ലെന്ന് പറഞ്ഞാൽ. പിന്നെ അടുത്തത് മോർ വർക്കേഴ്സ് ആർ റിക്വയർഡ് ഫോർ ദ പേഷ്യൻ്റ് കെയർ. ഒരുപാട് ആൾക്കാരെ വേണം ഇങ്ങനെയുള്ള തരത്തിലുള്ള അസൈൻമെൻറ്റ് കൊടുക്കാൻ. അതാണ് ഡിസഡ്വാൻറ്റേജ്. പിന്നെ ഇനി നമുക്ക് അടുത്ത മെത്തേഡാണ് ടീം മെത്തേഡ് എന്ന് പറയും. ഈ ടീം മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡെവലപ്ഡ് ഇൻ 1950. ഒത്തിരി നാളായി ഈ ഒരു മെത്തേഡ് തുടങ്ങിയിട്ട്. അതിന് മുമ്പൊക്കെ ഈ പറയുന്ന പോലെ ഫങ്ഷണൽ മെത്തേഡും കേസ് മെത്തേഡും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നതാണ് ഈ പറയുന്ന ടീം മെത്തേഡ് വിച്ച് ഡെവലപ്ഡ് ഇൻ 1950. നേഴ്സിംഗ് കെയർ ഈസ് ഗിവൺ ടു എ ടീം ഓഫ് നഴ്സസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് എ ടീം ലീഡർ ആൻഡ് ഹെർ സബോർഡിനേറ്റ്സ്. അതായത് ഒരു ടീമിനാണ് പേഷ്യൻസിനെ അലോട്ട് ചെയ്യുന്നത്. അതിനകത്ത് ആ ടീമിനകത്ത് ഒരു സീനിയർ നഴ്സും കാണും, അവരുടെ സബോർഡിനേറ്റ്സും കാണും. മനസ്സിലായോ? ഈ സബോർഡിനേറ്റ്സ് എന്ന് പറയുമ്പം ചിലപ്പോൾ എക്സ്പീരിയൻസ് കുറവുള്ളവരോ സ്റ്റുഡൻസോ അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും. പിന്നെ ദ ടീം ലീഡർ ഈസ് റെസ്പോൺസിബിൾ ഫോർ നോയിങ് ദ കണ്ടീഷൻ ആൻഡ് നീഡ്സ് ഓഫ് ഓൾ ദ പേഷ്യൻറ്റ് അസൈൻ ടു ദ ടീം ആൻഡ് പ്ലാനിങ് ദ ഇൻഡിവിജ്വലൈസ്ഡ് കെയർ. അതായത് ഈ പറയുന്ന ടീം ലീഡറിന് അവരുടെ അണ്ടറിലുള്ള എല്ലാ പേഷ്യൻറ്റിനെ പറ്റി നല്ല ധാരണയും ബോധവും വേണം. അതുപോലെ തന്നെ അവർക്ക് കൊടുക്കാനുള്ള നേഴ്സിംഗ് കെയറിനെ പറ്റി നല്ല ധാരണ വേണം. പിന്നെ അവർ തന്നെയായിരിക്കും ഈ പറയുന്ന പേഷ്യൻസിനെ ജൂനിയേഴ്സിന് അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിനെ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഇച്ചിരി കുറച്ച് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു സബോർഡിനേറ്റ് ഉള്ളെങ്കിൽ അവർക്കായിരിക്കും ചിലപ്പം കൂടുതൽ ഉത്തരവാദിത്വത്തോടെ നോക്കേണ്ട ഒരു പേഷ്യൻറ്റിനെ കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ തേർഡ് ഇയറിന് കൊടുക്കുന്ന അല്ലെങ്കിൽ തേർഡ് ഇയർ BSc നേഴ്സിങ്ങിന് കൊടുക്കുന്ന ഒരു പേഷ്യൻറ്റും സെക്കൻഡ് ഇയർ BSc നേഴ്സിങ്ങിന് കൊടുക്കുന്ന ഒരു പേഷ്യൻറ്റും തമ്മിൽ തീർച്ചയായിട്ടും ഡിഫറൻസ് ഉണ്ടാകണമല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വർഷത്തെ അല്ലെങ്കിൽ കോഴ്സിലെ ഒരു വർഷത്തെ സീനിയറാണ് തേർഡ് ഇയർ സ്റ്റുഡൻറ്റ് സെക്കൻഡ് ഇയർ സ്റ്റുഡൻറ്റിനേക്കാൾ. അപ്പോൾ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള അത്തരം ഡിസീസ് കണ്ടീഷൻ ഉള്ളവരെ അവർക്ക് സബോർഡിനേറ്റ്സിന് കൊടുക്കാൻ പറ്റും. അതായത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ഓരോ ടീം മെമ്പേഴ്സിൻ്റെയും എഫിക്കസിയും ക്വാളിറ്റി അല്ല അവരുടെ എക്സ്പീരിയൻസും ഒക്കെ അനുസരിച്ചായിരിക്കും അലോട്ട് ചെയ്യുന്നത്. പിന്നെ ദ ടീം ലീഡർ ഡിസ്ട്രിബ്യൂട്ട് ദ വർക്ക് എമംഗ് ദ സബോർഡിനേറ്റ് ആൻഡ് കീപ് സ്ട്രിക്റ്റ് വാച്ച്. അതായത് ഇവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ പോലും അവർ പ്രോപ്പർലി ആണോ ചെയ്യുന്നത്, അവർക്ക് എന്തെങ്കിലും അറിയാൻ വയ്യാഴികയുണ്ടോ, എന്തെങ്കിലും സംശയമുണ്ടോ, ഇതൊക്കെ ഒബ്സർവ് ചെയ്ത് അവരാണ് ക്ലോസ് വാച്ചിൻ്റെ ആയിരിക്കും എപ്പോഴും ഈ പേഷ്യൻറ്റിൻ്റെ ടീം മെമ്പറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഡ്യൂട്ടീസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ടീം ലീഡർ അക്കോർഡിംഗ് ടു ദ നീഡ്സ് ഓഫ് ദി പേഷ്യൻറ്റ് ആൻഡ് ആർ പെർഫോംഡ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ദി ടീം ലീഡർ. അപ്പോൾ ഈ ഡ്യൂട്ടീസ് എല്ലാം അസൈൻ ചെയ്ത് കൊടുക്കുന്ന ടീം ലീഡറാണ്. അപ്പം ഈ പറയുന്ന സബോർഡിനേറ്റ്സ് എല്ലാം ടീം ലീഡറിനോട് ഉത്തരവാദിയാണ്. അല്ലെങ്കിൽ അവർക്ക് അവരെ കറക്റ്റ് ചെയ്യാനും ക്വസ്റ്റ്യൻ ചെയ്യാനും അല്ലെങ്കിൽ അവരെ വേണ്ട രീതിയിൽ ഗൈഡ് ചെയ്യാനും ഒക്കെയുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ആളായിരിക്കണം ടീം ലീഡർ. ഓക്കെ. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ബെറ്റർ പേഷ്യൻ്റ് കെയർ ഇസ് ഗിവൺ ടു ദ പേഷ്യൻറ്റ്, ദെൻ ഹെൽപ്സ് ഇൻ ഇംപ്രൂവിങ് ദ നോളജ്, സ്കിൽ ആൻഡ് ആറ്റിറ്റ്യൂഡ്. ഇറ്റ് വിൽ ലീഡ് ടു ജോബ് സാറ്റിസ്ഫാക്ഷൻ എമംഗ് ദ നേഴ്സിംഗ് പേഴ്സണൽ, then more useful in achieving the nursing goals, then workload can be shared and then cost effective method. Okay. അപ്പം ഇതിനകത്ത് ഇത്രയും അഡ്വാൻറ്റേജസ് ഉണ്ട്. ബെറ്റർ പേഷ്യൻ്റ് കെയർ ആണ്, ഹെൽപ്സ് ഇൻ ഇംപ്രൂവിങ് ദ നോളജ്, സ്കിൽ ആൻഡ് ആറ്റിറ്റ്യൂഡ്, വിൽ ലീഡ് ടു ജോബ് സാറ്റിസ്ഫാക്ഷൻ എമംഗ് ദ നേഴ്സിംഗ് പേഴ്സണൽ, മോർ യൂസ്ഫുൾ ഇൻ അച്ചീവിങ് ദ nursing goals and workload can be shared and also cost effective method. ഓക്കെ. ഇനി അടുത്തത് വേറെ ഒരു തരം അസൈൻമെൻ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ പറയുന്ന 3 മെത്തേഡ് അല്ലാതെ അതാണ് ഒന്ന് മോഡുലാർ മെത്തേഡും പ്രൈമറി നേഴ്സിംഗ് മെത്തേഡും. അപ്പോൾ ആകെ നമ്മൾ ടോട്ടലി എടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ 3 എണ്ണത്തിൻ്റെ കൂടെ ഈ 2 എണ്ണം കൂടെ മോഡുലാർ മെത്തേഡും ഉണ്ട്, പ്രൈമറി നേഴ്സിംഗ് മെത്തേഡും ഉണ്ട്. ഇത് വേറെ ഒരു തരം സിസ്റ്റം ഓഫ് അലോട്ട്മെൻ്റ് ആണെന്ന് മാത്രം. ഈ മോഡുലാർ മെത്തേഡ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ മോഡിഫിക്കേഷൻ ഓഫ് ടീം ആൻഡ് പ്രൈമറി മെത്തേഡ് ഓഫ് അസൈൻമെൻറ്റ്. അതായത് ഈ ടീം മെത്തേഡിനെക്കാട്ടി കുറച്ചൊരു വ്യത്യാസമുള്ളൊരു മെത്തേഡാണ് മോഡുലാർ മെത്തേഡ്. ഈച്ച് രജിസ്റ്റേർഡ് അസിസ്റ്റഡ് ബൈ ദ പാരാ പ്രൊഫഷണൽ. അതായത് ഓരോ രജിസ്റ്റേർഡ് നേഴ്സിനെയും പാരാ പ്രൊഫഷണൽസാണ് അവിടെ അസിസ്റ്റ് ചെയ്യുന്നത്.
ആൻഡ് ഡെലിവേഴ്സ് ഓൺ മച്ച് കെയർ ഓൺ പോസിബിൾ ടു ദ പേഷ്യൻ്റ്. അതായത് ഒരു രജിസ്റ്റേർഡ് നേഴ്സിനോടൊപ്പം തന്നെ മറ്റ് പല പാരാ പ്രൊഫഷണൽസും ഉണ്ട്. അവരുടെ സഹായത്തോടു കൂടിയാണ് ഈ പറയുന്ന രജിസ്റ്റേർഡ് നേഴ്സ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഒരു ടീം പോലെയാണ്, പക്ഷേ ആ ടീമിലുള്ള മറ്റ് വ്യക്തികൾ പാരാ പ്രൊഫഷണൽസ് ആണെന്ന് മാത്രം. അതിനകത്ത് എണ്ണം വരാം, പിന്നെ അതുപോലെ തന്നെ മറ്റാരെങ്കിലുമൊക്കെ, അതായത് ഫോർ എക്സാമ്പിൾ സോഷ്യൽ വർക്കർ വരാം. അങ്ങനെയുള്ള മറ്റുള്ള പാരാ പ്രൊഫഷണൽസിനെ ഇൻക്ലൂഡ് ചെയ്ത് ഒരു ടീം ഉണ്ടാക്കി കെയർ കൊടുക്കുക. ദെൻ രജിസ്റ്റേർഡ് നേഴ്സ് പ്ലാൻ ദ കെയർ ആൻഡ് ഗീവ്സ് ഡയറക്ഷൻ ടു പാരാ പ്രൊഫഷണൽസ് ഫോർ ഇംപ്ലിമെൻറ്റേഷൻ. രജിസ്റ്റേർഡ് നേഴ്സാണ് അവിടെ ലീഡർ. അവരാണ് നേഴ്സിംഗ് കെയർ പ്ലാൻ ചെയ്യുന്നതും അതുപോലെ തന്നെ നേഴ്സിംഗ് കെയർ സബോർഡിനേറ്റ്സ് കെയർ കൊടുക്കുമ്പോൾ അതിന് ഡയറക്ഷൻ കൊടുക്കുന്നതൊക്കെ അവരാണ്. ഓക്കെ, ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, വർക്ക് ലോഡ് ഈസ് ഷെയർഡ് വിത്ത് ദ അസൈൻമെൻറ്റ്, ദെൻ ദ കെയർ ഈസ് ഡയറക്റ്റഡ് ആൻഡ് പ്ലാൻഡ് ബൈ രജിസ്റ്റേർഡ് നേഴ്സ്, ദെൻ അസൈൻമെൻറ്റ് ഈസ് കോസ്റ്റ് ഇഫക്റ്റീവ്, ദെൻ ഫീലിംഗ് ഓഫ് പാർട്ടിസിപ്പേഷൻ ആൻഡ് ബിലോങ്ങിങ്നെസ് ഈസ് ഫെസിലിറ്റേറ്റഡ് വിത്ത് ടീം ലീഡർ. അതായത് എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടായ്മ അവിടെ വേണം. കൂടുതൽ അറിയാവുന്നൊരു, അല്ലെങ്കിൽ അവർ ഏത് ഫീൽഡിലാണോ എക്സ്പേർട്ട് അവർ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യും. എന്നിട്ട് മറ്റുള്ള വേറൊരു പ്രൊഫഷണൽ വേറെ ഏതെങ്കിലും ലെവൽ മിഡിൽ ഫീൽഡിലുള്ളവരാണെങ്കിൽ അവരുടെ ഹെൽപ്പും വാങ്ങിക്കാം. പക്ഷേ ഇതിൻ്റെ എല്ലാം കൂടെ ഒന്ന് കൂട്ടായ്മ പോലെ കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകുന്ന ആൾ ഈ പറയുന്ന രജിസ്റ്റേർഡ് നേഴ്സ് ആയിരിക്കും. മനസ്സിലായോ? പിന്നെ ഇനി അതിന് ചില ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ലെസ് ഇൻഡിവിജ്വലൈസ്ഡ് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഡിപ്പെൻഡൻസ് റിഗാർഡിങ് ദ നഴ്സിംഗ്. അതായത് അതിനകത്ത് ആരും കൂടുതൽ ഉത്തരവാദിത്വം എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഇല്ല. കാരണം എന്താ, അതായത് അവരുടെ രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് പറഞ്ഞ ലീഡർ പറയുന്ന അനുസരിച്ചുള്ള കാര്യങ്ങളെ ചെയ്യാൻ പറ്റൂ. അല്ലാതെ ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ സ്വന്തം തീരുമാനം അനുസരിച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ടോ ഡ്യൂട്ടി ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഓൾ പ്രൊഫഷണൽ ഷുഡ് ബി ക്ലയൻറ്റ് സെൻറ്റേഡ്. അതായത് എല്ലാവരും ആ ക്ലയൻറ്റ് സെൻറ്റേഡ് ആയിട്ടുള്ള കാര്യത്തിൽ മാത്രം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു ഡ്യൂട്ടിക്ക് ചെന്ന് കഴിഞ്ഞ് ഡ്യൂട്ടി വന്നാൽ അതിനകത്തൊന്നും അവർക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റും. ഓൺലി ഡയറക്റ്റ് പേഷ്യൻ്റ് കെയറിൽ മാത്രമേ ഇവർ ഇൻവോൾവ് ആവുന്നുള്ളൂ. മറ്റിപ്പം വേറെ ഏതെങ്കിലും ഒരു പേഷ്യൻ്റ് അവിടെ വാർഡിലുണ്ട്, അല്ലെങ്കിൽ ടോട്ടലായിട്ട് വാർഡിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർ ഇൻവോൾവ് ചെയ്യത്തില്ല. അവർ ഏത് ഗ്രൂപ്പുമായിട്ട് കണക്റ്റഡ് ആണോ ആ ഗ്രൂപ്പിന് ഏതൊക്കെ പേഷ്യൻ്റ് ഉണ്ടോ അവരുമായിട്ടുള്ള പേഷ്യൻറ്റുമായിട്ട് ഇവർക്ക് കണക്ഷനൊക്കെ കാണത്തുള്ളൂ. അതാണ് പറയുന്നത് ഓൾ പേഴ്സണൽ ഷുഡ് ബി ക്ലയൻറ്റ് സെൻറ്റേഡ്. അതാണ് വേറെ ഡിസൈൻ. ഇനി പ്രൈമറി നഴ്സിംഗ് മെത്തേഡ് എന്ന് പറയുന്ന വേറൊരു മെത്തേഡ് ഇവിടെ ഉണ്ട്. അതിനകത്തുള്ള ദിസ് മെത്തേഡ് ഫോക്കസ് ഓൺ പേഷ്യൻറ്റ് ആൻഡ് നോട്ട് ഓൺ ടാസ്ക്. അതായത് ആ പേഷ്യൻറ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ല ചെയ്യുന്ന ജോലിക്കല്ല. നമ്മളിപ്പോൾ ഒരു പേഷ്യൻ്റ് കാര്യം ചെയ്യുമ്പോൾ പ്രൊസീജിയർ ചെയ്യാന്ന് പറയുമ്പോൾ ആ പ്രൊസീജിയറിന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കും. പേഷ്യൻ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കണം, അതാണ് അതിൻ്റെ റൈറ്റ് വേ. പക്ഷേ ഇവിടെ പേഷ്യൻറ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്, നോട്ട് ഓൺ ദി ടാസ്ക് ദേ ആർ ഡൂയിങ്. പിന്നെ ഒൺലി രജിസ്റ്റേർഡ് നേഴ്സ് ക്യാൻ പ്രൊവൈഡ് ടോട്ടൽ കെയർ ഓഫ് ദ പേഷ്യൻറ്റ്. അപ്പോൾ ടോട്ടൽ കെയർ കൊടുക്കണമെങ്കിൽ നേഴ്സ് തന്നെ വേണം. രജിസ്റ്റേർഡ് നേഴ്സിന് പേഷ്യൻറ്റിന് ടോട്ടൽ കെയർ കൊടുക്കാൻ പറ്റും. കാരണം മറ്റുള്ള പാരാ പ്രൊഫഷണലെല്ലാം തന്നെ എല്ലാ നേഴ്സിംഗ് കെയറും ഒന്നും അറിയണമെന്നില്ലല്ലോ. അപ്പോൾ എല്ലാ നേഴ്സിംഗ് കെയറും അറിയാവുന്ന, അതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിവുള്ള ആളെന്ന് പറയുന്നത് അവിടുത്തെ രജിസ്റ്റേർഡ് നേഴ്സ് തന്നെയാണ്, ഹു ഇസ് ദ ടീം ലീഡർ. അപ്പോൾ ടോട്ടൽ കെയർ ഒരു പേഷ്യന് കൊടുക്കണമെങ്കിൽ ഈ പറയുന്ന രജിസ്റ്റേർഡ് നേഴ്സിന് തന്നെ കൊടുക്കാൻ പറ്റും. പിന്നെ നമ്പർ ഓഫ് പേഷ്യൻസ് ഫോർ നേഴ്സ് മേ ബി 4 to 6. മനസ്സിലായോ? അതായത് ഓരോ നേഴ്സിനും 4 or 6 പേഷ്യൻസിനെ വെച്ച് കൊടുക്കാം. പിന്നെ ദർ മേ ബി അസോസിയേറ്റഡ് നേഴ്സ് ടു ഹെൽപ്പ് മെയിൻ പ്രൈമറി നേഴ്സ്. അതായത് അസോസിയേറ്റഡ് നേഴ്സ് ഉണ്ട്. ദർ മേ ബി അസോസിയേറ്റ് നേഴ്സ് ടു ഹെൽപ്പ് മെയിൻ പ്രൈമറി നേഴ്സ്. അതായത് ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട് ഒരാൾക്ക് തന്നെ, അത് മാനേജ് ചെയ്തു പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവർക്ക് ഒരു അസോസിയേറ്റ് നേഴ്സിനെയും കൂടെ കൊടുക്കും ഈ പ്രൈമറി നഴ്സിംഗ് മെത്തേഡിൽ. മനസ്സിലായോ? അപ്പോൾ ഒരു ടീം ലീഡർ എന്ന് പറയുന്നതിനകത്ത് നമുക്കറിയാമല്ലോ, ഇതിനകത്ത് ടീം അപ്രോച്ച് പോലെ തന്നെയാണ് എങ്കിൽ പോലും അതിൻ്റെ കൂടെ അവർക്കത് ഇച്ചിരി കൂടുതൽ ജോലി ചെയ്യണം, കുറേ കൂടെ ഒരു അസിസ്റ്റൻ്റ് ആവശ്യം വേണ്ട തരത്തിലാണ് പോകുന്നതെങ്കിൽ അവർക്കൊരു അസോസിയേറ്റ് നേഴ്സിനെയും കൂടെ കൊടുക്കും. ഓക്കെ, ദെൻ പ്രൈമറി നേഴ്സ് സൂപ്പർവൈസ് ദി അസോസിയേറ്റ് നേഴ്സ് വെൻ കെയർ ഗിവൺ. അപ്പോൾ ഈ അസോസിയേറ്റ് നേഴ്സിനെയും സൂപ്പർവൈസ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആ പറയുന്ന പ്രൈമറി നേഴ്സിനാണ്. ഓക്കെ, അപ്പോൾ പ്രൈമറി നേഴ്സിന് വേണ്ടുമെങ്കിൽ ഒരു അസോസിയേറ്റ് നേഴ്സിനെ ഹെൽപ്പിന് വേണ്ടി വിളിക്കാം, അല്ലെങ്കിൽ കിട്ടും.
പക്ഷേ അവർ ഇവരുടെ അണ്ടറിലാണ്. അതുകൊണ്ട് അവരുടെ ജോലിയും കൂടെ സൂപ്പർവൈസ് ചെയ്യുന്ന ഈ പറയുന്ന ചീഫ് ആയിട്ടുള്ള പ്രൈമറി നേഴ്സ് ആയിരിക്കും. അപ്പോൾ അതാണ് പ്രൈമറി നേഴ്സിംഗ് മെത്തേഡ് ഓഫ് അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കേണ്ട ഇതുമുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ടീം മെത്തേഡിൽ ഉള്ള ഹെഡ് നേഴ്സ്, ടീം ലീഡറും അവരുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന നേഴ്സസും എല്ലാം തന്നെ രജിസ്റ്റേർഡ് നേഴ്സസാണ്. പല പല എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും എന്നേ ഉള്ളൂ. അതേസമയം ഇവിടെ അങ്ങനല്ല. ഇവിടെ ഒരാളായിരിക്കും ടീം ലീഡർ, ബാക്കിയെല്ലാം പാരാ പ്രൊഫഷണലാണ്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീനൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർലി എഴുതാൻ കഴിയണം. ഓക്കെ. പിന്നെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, ഇൻക്രീസ് ദ ടേൺ ഓവർ ഓഫ് ദി എംപ്ലോയീസ്. അതായത് പലരും ഇതിനകത്ത് സാറ്റിസ്ഫൈഡ് ഒന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് അവർ അധികം നാൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ വർക്കിംഗ് ഒന്നും കണ്ടിന്യൂ ചെയ്യത്തില്ല. കാരണം അവർ ഒരുപാട് ഉത്തരവാദിത്വമൊന്നും എടുക്കേണ്ട, അവരൊരു ടീം മെമ്പർ മാത്രമാണ്, അവരൊരു പാരാ പ്രൊഫഷണലാണ്. അപ്പോൾ 100% റെസ്പോൺസിബിലിറ്റി പേഷ്യൻ്റെ കാര്യത്തിൽ എടുക്കണമെന്നില്ല. തന്നെയല്ല അവരുടെ പേയ്മെൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ അതുപോലെ ആയിരിക്കും. പിന്നെ അവർക്കുണ്ടല്ലോ സ്വന്തമായിട്ട് ഉത്തരവാദിത്വത്തോടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത കാര്യങ്ങളെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവരൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ അവർക്ക് വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരൊത്തിരി ടേൺ ഓവർ ഉണ്ടാക്കും. എന്ന് പറഞ്ഞാൽ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് റിസൈൻ ചെയ്ത് പോവുകയും ആ ഒരു ജോലി കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ലാതെ വരികയും ഒക്കെ ചെയ്യും. ഓക്കെ. പിന്നെ ദർ ഈസ് എൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞതിനകത്ത് ഇൻക്രീസ് ടേൺ ഓവർ ഉണ്ടാവും. പിന്നെ എക്കണോമിക്കൽ മെത്തേഡ്, ഇതൊരു എക്കണോമിക്കൽ മെത്തേഡ് എന്ന് വെച്ചാൽ ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യുന്ന ഒരു ഇതല്ല. കാരണം അവരൊത്തിരി പ്രൊഫഷണൽസ്, എല്ലാവരും തന്നെ പ്രൊഫഷണൽസ് ആൻഡ് സെൻസ് ഹൈ ഇതുള്ള എക്സ്പീരിയൻസ് ഉള്ളവരൊന്നും ആയിരിക്കത്തില്ല. മേ ബി ജസ്റ്റ് ബിഗിനേഴ്സോ അല്ലെങ്കിൽ അവർ ജസ്റ്റ് പാസ് ഔട്ട് ആയവരോ ഒക്കെ ആയിരിക്കും ഈ പറയുന്ന പാരാ പ്രൊഫഷണൽ. അതുകൊണ്ട് എക്കണോമിക്കൽ മെത്തേഡാണ്. ഒരുപാട് സാലറി ഒന്നും ചിലപ്പോൾ കൊടുക്കേണ്ടി വരില്ല. പിന്നെ അതുകൊണ്ട് പല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള സിസ്റ്റമൊക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ അവിടെ ഒരു വാർഡിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു സിസ്റ്റർ മാത്രമേ ഉള്ളൂ ക്വാളിഫൈഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ളത്. ബാക്കി എല്ലാവരും ഹെൽപ്പേഴ്സ് ആയിരിക്കും. ചിലപ്പം ANM ആയിരിക്കാം. ANM ഇൻ ദ സെൻസ് അവർ നല്ല ശരിക്കും. അതുപോലെ തന്നെ ഹോം നേഴ്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ എന്തെങ്കിലുമൊക്കെ ചില ഇത് ചെയ്യാനറിയാം. ടെമ്പറേച്ചർ നോക്കാൻ ചിലപ്പോൾ അറിയായിരിക്കും. പേഷ്യൻറ്റ് ബാത്ത് കൊടുക്കാൻ അറിയായിരിക്കും. പിന്നെ പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അറിയത്തുള്ളായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഒരുപാട് ശമ്പളമൊന്നും കൊടുക്കേണ്ടി വരത്തില്ല. അത് എക്കണോമിക്കൽ മെത്തേഡാണെന്ന് പറയുന്നത് കൊണ്ട്. പിന്നെ നേഴ്സസ് അക്കൗണ്ടബിലിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഈസ് ഇൻക്രീസ്ഡ്. അതായത് അതിനകത്ത് ഒരാൾ നേഴ്സാണെന്ന് പറയുന്ന ആയിരിക്കും എല്ലാ കാര്യത്തിനെയും ഉത്തരവാദിയും ചുമതല എടുക്കേണ്ട ആളും. മനസ്സിലായോ? പിന്നെ ക്രിയേറ്റീവ് ആൻഡ് ഇന്നോവേറ്റീവ് മെത്തേഡ് എന്ന് വെച്ചാൽ അവർക്ക് ഓരോരുത്തർക്കും അവരുടെ ക്രിയേറ്റീവ്നെസ് അനുസരിച്ചും ഒക്കെ ഇവിടെ കെയർ കൊടുക്കാൻ പറ്റും. പിന്നെ എൻഹാൻസ് സ്കിൽ ഇൻ നേഴ്സിംഗ് കെയർ, അതായത് നേഴ്സിംഗ് കെയറിലെ സ്കില്ല് കൂട്ടാനും അല്ലെങ്കിൽ പ്രാക്ടിക്കൽ നോളജ് കൂട്ടാനും ഇത് ഹെൽപ്ഫുള്ളാണ്. ഓക്കെ. പിന്നെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, ദ നഴ്സ് മേ ബി ഐസൊലേറ്റഡ് ഫ്രം ദ കൊളീഗ്സ്. അതായത് അവർക്കൊരു ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ പോലും അത് ഈ പലതരത്തിലുള്ള ആൾക്കാരല്ലേ. ഇപ്പോൾ ഈ ഒരു ഇതിനകത്ത് ഒരു നേഴ്സ് അല്ലെങ്കിൽ ഒരു പാരാ പ്രൊഫഷണൽ മാത്രമേ ഒരുപക്ഷെ ആ ഒരു വാർഡ് ചിലപ്പോൾ കാണത്തുള്ളൂ. മനസ്സിലായി? അതേപോലെയുള്ള വേറൊരാളെ ഒന്ന് കാണണമെങ്കിൽ അവർ വേറെ വാർഡിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അതേസമയം നമ്മൾ നേഴ്സിങ്ങിൻ്റെ കാര്യം എടുത്താൽ അങ്ങനെയല്ലല്ലോ. ഒരുപാട് നേഴ്സസ് അവിടെ കാണും. അപ്പോൾ അവരെല്ലാം കൊളീഗ്സ് ആവും. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ ഈ പാരാ പ്രൊഫഷണൽസ് ഓരോ വാർഡിലും വർക്ക് ചെയ്യുന്നത് വളരെ കുറവ് ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് ദേ ആർ ഐസൊലേറ്റഡ് ഫ്രം ദെയർ കൊളീഗ്സ് എന്ന് വേണേൽ പറയാം. അതേപോലെ ജോലിയുള്ളവരല്ലല്ലോ ബാക്കി കൂടെ ജോലി ചെയ്യുന്നവരാരും തന്നെ. അതുകൊണ്ട് പിന്നെ ദർ ഈസ് ലിറ്റിൽ ചാൻസ് ഫോർ ഗ്രൂപ്പ് പ്ലാനിങ് ഓഫ് ക്ലയൻറ്റ് കെയർ. ഗ്രൂപ്പ് പ്ലാനിങ് ഒന്നും നടക്കത്തില്ല. കാരണം പലതരം പ്രൊഫഷനിൽ നിന്നുള്ളവരും ഒക്കെ ആയതുകൊണ്ട്. ഓക്കെ, അതാണ് ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ പേഷ്യൻ്റ് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ പേഷ്യൻ്റ് അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളിതിനകത്ത് ആദ്യമേ ഒരു ഗ്രൂപ്പിൽ 3 എണ്ണം പഠിച്ചു, പിന്നെ 2 എണ്ണം അഡീഷണലായിട്ട് പഠിച്ചു അല്ലേ. അപ്പോൾ 5 തരത്തിലുള്ള പേഷ്യൻ്റ് അലോട്ട്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. ഓക്കെ. അപ്പം അതാണ് ദാറ്റ് ഈസ് യു ഷുഡ് നോ whenever go to different hospital after graduation and all for employment, you may be able to see this different type of patient allotment going on in different hospitals. Okay.